ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ചോറിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയ ചെമ്മീൻ കുടംപുളിയിട്ടൊക്കെ മുളകിട്ട് വെച്ചതും ചക്കക്കുരുവും വെള്ളരിക്ക തോരനും ചെമ്മീൻ ഫ്രൈയുടെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല മഴയുള്ളത് കാരണം മീൻ വാങ്ങാൻ പോയപ്പോൾ ഒരു മീനും കിട്ടിയില്ല. ചെമ്മീൻ മാത്രമേ ഉണ്ടായിരുന്നു. ചെമ്മീൻ മാത്രമേ ഫ്രഷ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു നല്ലതല്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് വാങ്ങിയിട്ടില്ല. ചെമ്മീൻ നല്ല ഫ്രഷ് ആയിരുന്നതുകൊണ്ട് 1 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടാണ് വന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ള നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ മുളക് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് സവാള, തക്കാളി, പച്ചമുളക്, കുടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 4-5 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായി എരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറ് കുറച്ചൊന്ന് മാറിയതിന് ശേഷം തക്കാളിയും ബാക്കി പച്ചമുളകും കുടംപുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായി മസാലയുടെ കൂടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത 1/2 കപ്പ് ചെമ്മീനോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം ചെമ്മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി മൂടി വെച്ച് നന്നായി തിളച്ച് വരുന്നത് വരെ വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ ഒരു 2 മിനിറ്റിൻ്റെ വേവേ ആവശ്യമുള്ളൂ. ഇനി ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയിലയോടെ ചേർത്ത് വാങ്ങി വെക്കാം. എല്ലാവരും ഇതുപോലെ കുടംപുളി ഇട്ട് വെച്ച് നോക്കൂ, സൂപ്പർ കറിയാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് 1 കപ്പ് ചെമ്മീനും 1 വലിയ സവാളയും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് കൈവച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചെമ്മീനും പൊടികളും കുഴച്ചെടുത്താൽ മതി. സവാള അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ്. കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല കക്കത്തോട് കൂടിയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. നല്ല കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് മാത്രം മതി വയറ് നിറച്ച് കഴിക്കാനായിട്ട്. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് കൊടുക്കാം. വെള്ളരിക്കയും ചക്കക്കുരുവും തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 10-15 ചക്കക്കുരുവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കടുകും ജീരകവും പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ചക്കക്കുരുവും വെള്ളരിക്കയും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. വെന്ത് വന്നതിന് ശേഷം 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി